എനിക്ക് ഗിഫ്റ്റ് വന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ആരും എനിക്ക് DVD പ്ലെയർ അയച്ചു തന്നിരിക്കുന്ന. ആദ്യം എജക്ട് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നോക്കട്ടെ. എന്തത്? എന്റെ പേരാണ് മിസ്റ്റർ പെർഫെക്റ്റ്. കേട്ടിട്ടുണ്ടോ? ഞാൻ പേര് കേട്ടിട്ടുണ്ട്. പേടറാം, ഇയാളൊരു ഭയങ്കരനാണെന്ന് ഞാൻ കേട്ടിരിക്കുന്ന. എന്റെ ബുദ്ധി കമ്പ്യൂട്ടറിനേക്കാളും വേഗത്തിൽ പ്രവർത്തിക്കും. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുക മാത്രമേ ഉള്ളൂ. എന്റെ ബുദ്ധിക്ക് വേഗത കൂടുതലാണ്. ഞാൻ എല്ലാവരെയും അറിയിച്ചിട്ടാണ് മോഷണം ചെയ്യാറുള്ളത്. അതായത് ഇന്ന് രാത്രി ഞാൻ വേദ നഗരത്തിലെ ബാങ്കിൽ മോഷണം നടത്തിയിരിക്കും. എന്നെ തടയണമെന്നുണ്ടോ? എന്നാൽ ആലോചിക്കുക, എന്നെ എങ്ങനെയാ തടയാൻ പറ്റുമെന്ന് ആലോചിക്കുക. ഒന്ന് ബുദ്ധി ഉപയോഗിക്കുക. ഞാൻ എങ്ങനെയാണ് ബാങ്ക് കൊള്ളടിക്കുക. ഞാൻ വരും കേട്ടോ. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട് നൗ. Your time starts now. Wow. പെടറാം, ഈ മിസ്റ്റർ പെർഫെക്റ്റ് ഭയങ്കര ഡേഞ്ചറസ് ആയ മനുഷ്യനാണ്. ഇദ്ദേഹത്തിനെ നമ്മൾ മാത്രം പിടിക്കാൻ ശ്രമിക്കുന്നത് ആപത്താണ്. ഇവരെ പിടിക്കാൻ നമുക്ക് എന്തായാലും ഒരു ഹൈ ലെവൽ മീറ്റിംഗ് തന്നെ നടത്തേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ ടോപ്പ് പോസ്റ്റ് കൺസൾട്ടന്റിനെ വിളിക്കേണ്ടി വരും. നീ ഇപ്പൊ ആദ്യം ചെയ്യേണ്ടത് കോൺഫറൻസ് ഹാളിൽ സീക്രട്ട് മീറ്റിംഗ് നടത്താനുള്ള തയ്യാറെടുപ്പ് ചെയ്യണം. ചെല്ലേ. ഓക്കേ സാർ. എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ വന്ന് എന്നെ ഒന്ന് കാണാൻ. അവരിപ്പോ വരേണ്ട സമയമാണ്. സാറേ, ഹൈ ലെവൽ സെക്യൂരിറ്റി മീറ്റിംഗ് ഇവരോടൊപ്പമാണോ സാർ നടത്താൻ പോണത്? എടാറാം, നമ്മളെ സഹായിക്കാൻ ഇവരല്ലാതെ വേറെ ആരാ നമുക്കുള്ളത്? എല്ലാ പ്രാവശ്യവും ശിവയും അവന്റെ കൂട്ടുകാരല്ല നമ്മളെ സഹായിക്ക. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇവരോട് പറയേണ്ടത് നമ്മുടെ കടമയല്ലേ? ലഡു സിംഗ് സർ, ഇത് വേദ ബാങ്കിന്റെ മോഡലാണ്. മിസ്റ്റർ പെർഫെക്റ്റ് പാരഷൂട്ടിൽ കൂടി ഇവിടെ ആയിരിക്കും വന്ന് ഇറങ്ങാം. ഒന്നെങ്കിൽ ഭൂമിയുടെ അടിയിൽ കൂടി, അതും അല്ലെങ്കിൽ ബൈ റോഡ് ഭൂമിയുടെ മുകളിൽ കൂടി. ശിവ, അങ്ങനെ തന്നെയാണ് ഞാനും എന്റെ ഡയറിയിൽ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാങ്കിന്റെ താഴെ ഡ്രൈനേജ് പൈപ്സ് ഒന്നുമില്ല. അതുകൊണ്ട് ആകാശം വഴിയോ അല്ലെങ്കിൽ റോഡ് വഴിയോ വരാനാണ് സാധ്യത. അതുകൊണ്ട് ഇത്രയും സ്ഥലത്ത് കമാൻഡോകളെ വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഒരു പാസ്വേഡ് ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. വരുന്നവരും പോകുന്നവരും സീക്രട്ട് ആയിട്ട് ആ പാസ്വേഡ് പറയേണ്ടി വരും. നീ പറഞ്ഞത് വളരെ ശരിയാണ് ശിവ. ഇക്കാര്യത്തിൽ ഞാനും അങ്ങനെ തന്നെയാണ് ആലോചിച്ചത്. അത് തന്നെയാണ് എന്റെ ഡയറിയിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്നതും. ശരി ലഡു സിംഗ് സാറേ, ഇന്ന് രാത്രി നമ്മൾ ബാങ്കിന്റെ ഓപ്പോസിറ്റിലുള്ള ബിൽഡിംഗിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കാം. സാർ എല്ലാ ഏർപ്പാടുകളും ഉടനെ ചെയ്യൂ. സാറേ, എന്താ സാറിന്റെ ഡയറിയിൽ ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ സാർ അവരോട് പറഞ്ഞത് എല്ലാം എഴുതി വെച്ചിട്ടുണ്ടെന്നാണല്ലോ. എടാറാം, ഒന്നും മിണ്ടാതിരുന്നേ ആരെങ്കിലും കേക്കും. ഇത് പോലീസിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. നിനക്ക് മനസ്സിലായോ? മിണ്ടല്ലേ മിണ്ടല്ലേ. പൊന്നെ സാറേ, നിങ്ങളുടെ സ്വഭാവം ഒരിക്കലും മാറില്ലേട്ടാ. ഗൈസ്, ഇന്നത്തെ മോഷണത്തോടെ നമ്മുടെ സെഞ്ചുറി പൂർത്തിയാകും. കാരണം ഇന്ന് നമ്മുടെ 100ാമത്തെ മോഷണമാണ്. സോ ലെറ്റ് സെലിബ്രേറ്റ് അവർ സെഞ്ചുറി വിത്ത് എ ബാങ്ക്. ബാങ്കിലുള്ള പണം മുഴുവനും വിടാതെ പെറുക്കിയെടുക്കണം. ഒരു രൂപ പോലും ഒഴിവാക്കരുത്. അത് കഴിഞ്ഞ് നമുക്കൊരു പാർട്ടി അടിച്ചു പൊളിക്കണം. റൈറ്റ്? എന്റെ ബുദ്ധി കമ്പ്യൂട്ടറിനേക്കാളും വേഗതയുള്ളതാണ്. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുകയുള്ളൂ. എന്റെ ബുദ്ധി അതിവേഗതയുള്ളതാണ്. ഇനി നോക്കേണ്ടത് അവരൊക്കെ എന്നെ എങ്ങനെ തടയുമെന്നാണ്. ലഡു സിംഗ് സാറേ, നല്ല ടൈറ്റ് സെക്യൂരിറ്റി ആണല്ലോ ഇട്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. ഈ ഇൻസ്പെക്ടർ ലഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. ലഡു സിംഗ് സാറേ, പെട്ടെന്ന് ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് ഫോൺ ചെയ്ത് ആരോടെങ്കിലും വേഗം വരാൻ പറയൂ. ഹലോ പവർ ഹൗസ്. പറയൂ സാറേ. ഞാൻ ഇൻസ്പെക്ടർ ലഡു സിംഗ് ആണ് സംസാരിക്കുന്നത്.
വേദ സിറ്റി ബാങ്കും അതിന്റെ അടുത്തുള്ള സ്ഥലങ്ങളിലും ദാ ഇപ്പൊ കറണ്ട് പോയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആളെ പറഞ്ഞത് ശരിയാക്കാൻ നോക്കണം. മനസ്സിലായോ? ഓക്കെ സാർ, ഞാൻ ഇപ്പൊ തന്നെ ആളെ അങ്ങോട്ട് അയക്കാം. പാസ്വേഡ് പറഞ്ഞു കൊടുക്ക്. പാസ്വേഡ് ഇല്ലാതെ തനിക്ക് ഇതിനകത്ത് കിടക്കാൻ യാതൊരു വഴിയില്ല. പാസ്വേഡ് പറയുന്നത് കേട്ടോ? പറയൂ സാറേ. ഇവിടെ വന്നിട്ട് താൻ എന്താ പറയേണ്ടതെന്ന് അറിയോ? പൂച്ചയ്ക്ക് ആര് മണി കെട്ടുന്നുള്ള ചോദ്യം താൻ എന്നോട് ചോദിക്കണം. അപ്പൊ ഞാൻ പറയും ഞാൻ കെട്ടാന്ന്. മനസ്സിലായി സാർ. പൂച്ചയുടെ കഴുത്തിൽ ആര് പണി കെട്ടുന്നല്ലേ പറഞ്ഞത്? താങ്ക് യു വെരി മച്ച്. നമ്പർ 3, താൻ ഇവിടെ നിന്നാ മതി. ഞാൻ ഫോൺ ചെയ്യുമ്പോൾ ആ സ്വിച്ച് നിൽക്കി ലൈറ്റ് ഓൺ ചെയ്യണം. വരൂ. സർ, ഞങ്ങൾ പവർ ഹൗസിൽ നിന്ന് വന്നിരിക്കുക. ബാങ്കിൽ കറണ്ട് ഇല്ലാന്ന് കംപ്ലൈന്റ് വന്നു. എന്റെ ഈ ലഡ്ഡു സിംഗ് പേര് വെറുതെ അല്ല ഫേമസ് ആയത്. എന്നെ വെച്ച് കളിപ്പിക്കാൻ ഞാൻ ആരും അനുവദിക്കില്ല. ആദ്യം മര്യാദയ്ക്ക് എന്റെ പാസ്വേഡ് ഒന്ന് പറഞ്ഞു തന്നെ. പറ. പാസ്വേഡോ? പൂച്ചയുടെ കഴുത്തിൽ ആര് മണി കെട്ടും അതാ. ഞാൻ തന്നെ കെട്ടും, അല്ലാതെ ആരാ? അവരോട് വരാൻ പറ, വേഗം വരാൻ പറ. ഈ ഇലക്ട്രിസിറ്റിന്ന് വന്ന ആൾക്കാര് അകത്ത് കയറിട്ട് എന്തിനായിരിക്കും വാതിലടച്ചത്? ചിലപ്പോ വേറെ ആൾക്കാർ അവരുടെ കൂടെ അകത്ത് കേറാതിരിക്കാനായിരിക്കും. പെർഫെക്റ്റ്. അടിപൊളി പെർഫെക്റ്റ് പ്ലാൻ ആയിരുന്നു. ആർക്കും ഒരു സംശയം തോന്നിയില്ല. പെട്ടെന്ന് ലോക്കർ തുറക്കൂ, എന്നിട്ട് എല്ലാ പണവും വാരിയെടുക്കൂ. അതിനുശേഷം ലൈറ്റ് ഓൺ ചെയ്യാവൂ. നമുക്ക് പെട്ടെന്ന് പോവുകയും വേണം. ബാങ്കിന്റെ ഫ്യൂസ് ബോക്സ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമായിരിക്കും. അവരുടെ കയ്യിലുള്ള ടോർച്ച് ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നല്ലോ. രേവ, നിങ്ങൾ ഇവിടുന്ന് നോക്കിയാ മതി. എനിക്ക് എന്തൊരു സംശയം. ഞാൻ അവിടെ ചെന്ന് നോക്കാം. ലഡു സിംഗ് സാറേ, ബാങ്കിന്റെ അകത്ത് കയറിയവര് ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് വന്നവരല്ല. അവര് റോബേഴ്സ് ആണ്. അവര് ബാങ്കിൽ മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ബാങ്കിലേക്ക് വരൂ. രേവ, ബാങ്കിൽ മുഴുവനും കള്ളന്മാരാ. വേഗം പവർ ഹൗസിലേക്ക് പോ. ഗുണ്ടകൾ മെയിൻ സപ്ലൈ അവിടെ ഓഫ് ചെയ്ത് കാണും. ചെല്ല്. ഓക്കെ ശിവ. ശിവ, ഈ വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. നിലാവിന്റെ വെളിച്ചത്തിൽ ഞങ്ങളും നിന്റെ അടുത്തേക്ക് വന്നേക്കാം. ഇപ്പൊ തന്നെ വന്നോളാം. ശരി, ഞാനാദ്യം അകത്തേക്ക് പോവാം. എന്റെ പുറകെ ഓരോരുത്തരായിട്ട് പതുക്കെ പതുക്കെ വന്നാ മതി. ഹേയ്, ഏതാണ് ഈ കുട്ടി? കുട്ടി എന്ന് വിളിക്കരുത് അങ്ക്. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഇന്ന് നിങ്ങളുടെ പ്ലാൻ ഫെയിൽ ആയല്ലോ മിസ്റ്റർ പെർഫെക്റ്റ്. ഒരു പീറക്കുട്ടിക്ക് എന്റെ പ്ലാൻ ഫെയിലാക്കാൻ സാധിക്കില്ല. പിടിക്കവനെ. രേവ, വേഗം ലൈറ്റ് ഓൺ ചെയ്യാൻ നോക്ക്. ഞങ്ങൾ അവിടെ എത്താറായി. നീ എന്താ അവിടെ ചെയ്യുന്നേ? ശിവ, ഞാൻ സ്വിച്ച് ഓൺ ചെയ്തതാ. അവര് ലേസർ ഗൺ ഉപയോഗിച്ച് അത് തകരാറിലാക്കി. ഓക്കെ രേവ, നീ വേഗം വരാൻ നോക്ക്. ഒരു കുട്ടിയെ പിടിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെന്നോ മരമണ്ടന്മാര്? എന്റെ ജോലിക്കാരാണെന്ന് പറയാൻ തന്നെ നാണമാവുന്നു. ഈ ലോകത്ത് എന്നെ എതിർക്കാൻ ഒരാള് പോലും ഉണ്ടായിട്ടില്ല. വേഗം അവനെ പിടിക്ക്. യു ആർ അണ്ടർ അറസ്റ്റ്. ആരാ തല്ലിയത്? ആരാ പിന്നെ തല്ലിയതാന്ന്?
അതെ ആരാ ആരാ പിന്നെ തല്ലിയത്? മുന്നിൽ വന്നേ, മുന്നിൽ വരാൻ. വേണ്ട, ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് തല്ലുന്നത് ഒട്ടും ശരിയല്ല. ധൈര്യം ഉണ്ടെങ്കിൽ മുന്നിലേക്ക് വന്നേ, മുന്നിലേക്ക് വരാൻ. എനിക്ക് അതിശയം തന്നെ. എന്റെ ആലോചനയെക്കാളും വേഗത കൂടുതൽ. ഇവിടുന്ന് പോകുന്നതാണ് ബുദ്ധി. വേഗം പോകാം. ലഡു സിംഗ് സാർ, അവര് ഓടിക്കളഞ്ഞല്ലോ. കണ്ടോ ശിവ, അവന്മാര് ഓടിപ്പോയത് കണ്ടോ? ഈ ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ആരെങ്കിലും മോഷ്ടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറയും മോഷ്ടിക്കരുത്, ലഡ്ഡു സിംഗ് വരുമെന്ന്. കള്ളൻ അപ്പൊ തന്നെ മോഷ്ടിക്കാതെ അവിടുന്ന് സ്ഥലം വിടും. ലഡ്ഡു സിംഗ് വരാതെ തന്നെ കള്ളന്മാർ ഇവിടുന്ന് ഓടിപ്പോയത് കണ്ടോ? ഒരുപക്ഷെ ലഡ്ഡു സിംഗ് വന്നിരുന്നുവെങ്കിൽ എന്താവും സംഭവിക്കുക? ആ കുട്ടി എന്റെ സെഞ്ചുറിയുടെ സെലിബ്രേഷൻ ഇന്ന് ഇല്ലാതാക്കിയിരിക്കുന്നു. ഒരു കുട്ടി എന്നെ 99 വരെ എത്തിയപ്പോഴേക്കും തടഞ്ഞിരിക്കുന്നു. എന്റെ സെഞ്ചുറി മുഴുവനാക്കാൻ സമ്മതിച്ചില്ലവൻ. ബോസ് വിഷമിക്കല്ലേ, ഇന്ന് സെഞ്ചുറി മുഴുവനായില്ലെന്ന് വിചാരിച്ച് എന്താ ചെയ്യുക? നാളെയോ മറ്റന്നാളോ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് മുഴുവനാക്കാലോ. ആ, എന്തായാലും മോഷണം അടുത്ത ആഴ്ച തീർച്ചയായിട്ടും ചെയ്യണം. പക്ഷെ ഇതേ ബാങ്കിലായിരിക്കണം. പക്ഷെ ഇന്ന് വരേക്കും എന്റെ പ്ലാൻ തെറ്റിയ ചരിത്രമേ ഇല്ല. അതുകൊണ്ടാണ് എന്റെ പേര് പെർഫെക്റ്റ് എന്നായത്. ഒരു ചെറിയ കുട്ടി കാരണം എന്റെ ടൈറ്റിൽ മാറ്റാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അവനെ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കണം. എന്നിട്ട് അവനോട് പറയും കമ്പ്യൂട്ടറിനെക്കാളും വേഗത എന്റെ ബുദ്ധിക്ക് മാത്രമാണെന്ന്. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുകയുള്ളൂ, എന്റെ ബുദ്ധി അതിവേഗതയുള്ളതാണ്. ചെല്ലു, ആ കുട്ടിയെ പിടിച്ച് ഇവിടെ കൊണ്ടുവരൂ. ഓക്കെ ബോസ്. ഹലോ ശിവ, മിസ്റ്റർ പെർഫെക്റ്റിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല. എനിക്ക് തോന്നുന്നു അവൻ ഈ നഗരം വിട്ട് തന്നെ ഓടിപ്പോയിട്ടുണ്ടാവും. എന്റെ കഴിവ് ഇപ്പൊ മനസ്സിലായല്ലോ. ലഡു സിംഗ് സാറേ, സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. അവര് വീണ്ടും വരും. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഇവര് ആ മിസ്റ്റർ പെർഫെക്റ്റിന്റെ ഗുണ്ടകളാണ്. ശിവ, ഇവര് നമ്മളെ പുറകെ ഇടിക്കുവാണ്. സുഖമാണോ കുട്ടി? എന്റെ ബുദ്ധി കമ്പ്യൂട്ടറിനെക്കാളും വേഗതയുള്ളതാണ്. അതറിയാമോ നിനക്ക്? കമ്പ്യൂട്ടർ പ്രവർത്തിക്കുകയുള്ളൂ, എന്റെ ബുദ്ധിയാണെങ്കിൽ വേഗത കൂടിയതാ. ഞാൻ ആഘോഷിക്കാനിരുന്ന സെഞ്ചുറി നീ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഇനി ഞാൻ നിന്റെ ജീവിതത്തിലെ എല്ലാ സെലിബ്രേഷനും ഇല്ലാതാക്കി കളയും. അതാണ് ഈ പെർഫെക്റ്റ്. ഇനി നീ ഇവിടുന്ന് രക്ഷപ്പെടുന്നൊന്ന് കാണട്ടെ. പക്ഷെ നിനക്കൊരിക്കലും ഓടാൻ പറ്റില്ല. നീ എത്ര ഓടിയാലും തിരിച്ചിവിടേക്കായിരിക്കും വരുന്നത്. കാരണം എല്ലാ വഴികളും ഞാൻ അടച്ചിരിക്കുകയാണ്. നിന്നെ കുറിച്ച് നീ എന്താ കരുതിയിരിക്കുന്നത്? ഒരുപാട് കൂടുന്നുണ്ട് മിസ്റ്റർ പെർഫെക്റ്റ്. ഞാനിപ്പോ നിനക്ക് പറഞ്ഞു തരാം, അവിടെ നിന്നേ. അങ്കിൾ, ധൈര്യമുണ്ടെങ്കിൽ മുമ്പോട്ട് വരൂ. എന്തിനാ ഒളിച്ചു നിന്ന് സംസാരിക്കുന്നത്? നേരെ നിന്ന് സംസാരിക്കുന്നതാണ് യഥാർത്ഥ ഒരുത്തന്റെ മിടുക്ക്. ശിവ, അത് കണ്ടോ? അവിടെ ഒരു ലിവർ കാണുന്നുണ്ട്. ചിലപ്പോ അത് പുറത്തേക്ക് പോകാനുള്ള വഴിയായിരിക്കും. വരൂ ശിവ, നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാം. ശിവ, ഇപ്പൊ മുമ്പോട്ട് പോകാൻ പറ്റില്ല, പുറകോട്ടും പോകാൻ പറ്റില്ല. നീ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പണി വാളും.
ഒന്ന് കരച്ചിൽ നിർത്തയൂടി. ശിവ നമുക്ക് വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ കരയുന്നേ? ശിവ എന്തേലും ഒന്ന് വേഗം ചെയ്യേ. വീണ്ടും രക്ഷപ്പെട്ടു. എവിടെ എല്ലാവരും? പിടിക്കവനെ, വേഗം അവിടെ. കുട്ടി, നീ മിടുക്കനാ. നീ ഇവിടെ എത്തിയല്ലോ. പക്ഷെ ഇവിടെ നിന്ന് നിനക്ക് പോകാൻ പറ്റില്ല കുട്ടി. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ഒരു മിനിറ്റ്. പ്രാക്ടീസ് കഴിഞ്ഞാൽ ഒന്ന് അറിയിക്കണേ, എന്നാലേ എനിക്ക് നിങ്ങളെ ശരിക്കും തല്ലാൻ പറ്റൂ. ഹേയ്, നീ എന്താ ഈ കാണിക്കുന്നത്? എന്തുമാത്രം ബുദ്ധിമുട്ടിയാ ഞാൻ ഓരോ ഗാഡ്ജറ്റ് ഇട്ടെന്ന് നിനക്കറിയാമോ? അങ്കിൾ, നല്ല കാര്യത്തിന് വേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടിയിരുന്നെങ്കിൽ എന്ത് നന്നായേനെ. ശരി ശരി, ഞാൻ കീഴടങ്ങിയിരിക്കുന്നു. എനിക്കിനി ഒരു മോഷണം കൂടി ചെയ്താൽ മതി. അങ്ങനെയെങ്കിൽ എന്റെ സെഞ്ചുറി എന്ന് റെക്കോർഡ് ആയിക്കോട്ടെ. വളരെ നന്നായി മിസ്റ്റർ പെർഫെക്റ്റ്. നീ ഇപ്പൊ സ്വയം പോലീസിൽ സറണ്ടർ ആയത്. അല്ലെങ്കിൽ നിന്നെ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് ഇവിടുന്ന് പൊക്കി കൊണ്ടുപോയിരുന്നുവെങ്കിൽ നിന്റെ കാര്യം എന്തായിട്ടുണ്ടാവും? പറയേ 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 പറയേ. നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തോളൂ. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ കുട്ടിയുടെ ബുദ്ധി കമ്പ്യൂട്ടറിനെക്കാളും വളരെ വേഗതയാണ്.